വെൽക്കം ടു ജയ്സ് ഫാമിലി. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു 3 മണിക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ ലേറ്റായി. നമ്മുടെ പിള്ളേരൊക്കെ ഒന്ന് സെറ്റായിട്ട് വരാനൊക്കെ നമുക്ക് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കേ, നമ്മളിപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ബൂസ്റ്റാണോ? താങ്ക് യു. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഈശോയെ. ഏകദേശം നമ്മുടെ മൂന്നാർ ആവാറൊക്കെയിട്ടുണ്ട്. കറക്റ്റ് സ്ഥലമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളിവിടെ പോണ വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം, രാവിലത്തെ കഴിക്കണം. അപ്പം നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു, നല്ല ഉറക്കക്ഷീണമുണ്ട് പുലർച്ചെ എഴുന്നേറ്റിട്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാണ്ടാണ് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ബാക്കി നമ്മുടെ പോകുന്ന കാഴ്ചകൾ നമുക്ക് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാം. അതിൻ്റെ ഇടയിൽ ഇതുമാതിരി ഫുഡിങ്ങും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അപ്പോൾ മൂന്നാറിൽ നമ്മളിങ്ങനെ കയറി നമ്മൾ നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം കാണാൻ. നല്ല ബഹളാണ് പിള്ളേരുടെ. നമ്മുടെ മിലു ബേബിയാണ് കേട്ടോ. മിലു ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പാണിത്. അങ്ങനെ ഒരു സ്പെഷ്യലും കൂടി നമുക്ക് ട്രിപ്പിലുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ടയേർഡ്, ഉറക്കത്തിലൊക്കെ ആയിരുന്നു. നമ്മുടെ കൂടെ 2 പേര് മിസ്സിംഗ് ആണ്. ഇച്ചായനും ഇല്ല, അപ്പനും ഇല്ല. ഒരു 2 പേരും. അപ്പൻ ഓൾറെഡി ഉണ്ട്, മൂന്നാറുണ്ട്, നമ്മുടെ കൂടെ ഇല്ലാന്നുള്ളൂ. അപ്പന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങിറങ്ങിയിട്ടാണ്. സീമോന് ലീവില്ല. ബാക്കി നമ്മുടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ എവിടേക്ക് പോകണം? മാട്ടുപ്പെട്ടി ഡാം. സോറി ഗൈസ്, നമ്മുടെ റൂട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി. നമ്മളിപ്പം ഇരവിക്കുളം പാർക്കിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. നമുക്കിതിന് ശേഷം നമുക്ക് ഡാമിലേക്ക് പോകാം. ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് കാണാൻ. ഇനി നമ്മളൊരു ബസ് വരും. ആ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നത്. എന്നാണ് എൻ്റെ വിശ്വാസം. ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്രൗഡാണ്. സൺഡേ നമ്മൾ വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നമ്മൾ ഇരവിക്കുളം പാർക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബസ്സിൽ. അപ്പോൾ ഇനി ഫുൾ നമ്മൾ കുറച്ച് അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. എങ്ങനെയാണ് ഉള്ളതൊക്കെ. നല്ല സൂപ്പറാണ് കേട്ടോ. ഫുൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നതും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് കൂടി പോകുമ്പോൾ കുറച്ചും കൂടിയും നമുക്കൊരു നല്ലൊരു ഭയങ്കര എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ് ഞാൻ കാണിച്ചത്. ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളൊരു ഗസ്റ്റിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വരയാട്. ഓക്കെ, കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ വരയാടിനെ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കേട്ട് കേൾവി. നമുക്കറിയില്ല, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം ബാക്കി നമ്മുടെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇവിടെ ഇപ്പോൾ നല്ല വലിയൊരു മലയാണ് കേട്ടോ. അത് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് സംഭവം ഈ മല കണ്ടിട്ടുണ്ടായിരുന്നു. മലയല്ല, ആക്ച്വലി ഒരു പാറ പോലെ, വലിയ പാറ. അപ്പം അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് വന്നത്. പക്ഷെ നമ്മൾ അവിടേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നതും. അതാണ് ഒരു ഹൈലൈറ്റ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ പാറ കാണിച്ചു തരാം. തന്നെ എല്ലാവരും ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിൽക്കണതാണ്. അങ്ങനെ പറയുന്നതാണ്, ക്ഷീണിച്ച് നിൽക്കണതാ പാവം. നമ്മളങ്ങനെ ബലപരീക്ഷ എന്നുള്ള രീതിയിൽ നടന്ന് കയറാൻ പോവാണ്. ഫുൾ കയറില്ല, കുറച്ച് കയറുള്ളൂ. അപ്പം നമുക്ക് കയറാൻ ഭയം.
അത്യാവശ്യത്തിന് നല്ല അധികം വെയിലുണ്ടായിരുന്നു കേട്ടോ. സോ പകുതി പോലും കയറാനിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ അനുവദിച്ചില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു വരയാടിനൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇനി നമുക്ക് നേരെ നമ്മുടെ ഡാമിലേക്ക് പോവാം. നമ്മളപ്പോൾ ഇരവിക്കുളം പാർക്കിൽ നിന്ന് നമ്മൾ നേരെ പോണത് നിങ്ങളുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. നമ്മൾ ആദ്യം മാട്ടുപ്പെട്ടിൽ പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഇടയിൽ വെച്ച് നമ്മൾ റൂട്ടൊന്ന് മാറ്റി നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെവിടേക്ക് പോകുന്നു, ഡാമിലേക്ക് പോവാണ്. പോണ വഴിക്ക് നമുക്ക് കഴിക്കാനൊരു നല്ല വിശപ്പ് പോയി. ഫുഡ് നമുക്ക് മുഖ്യമാണല്ലോ. അപ്പം നമ്മൾ നേരെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇറങ്ങി നമ്മൾ കൈ ജസ്റ്റ് നനച്ചുള്ളൂ. നല്ല തണവുണ്ട്. അപ്പം ഞാൻ പാലും കൂടി നനയ്ക്കാൻ വെച്ചിട്ടാണ്. പാലൊക്കെ നനയ്ക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടാവും അവസ്ഥ ഒന്നും അറിയില്ല. തണവുണ്ടായാലും ഉണ്ട്, അതിന് കുറവൊന്നുമില്ല. കരിഞ്ഞിപ്പുറത്ത് എടുക്കാൻ വരിക. ഒരു തണവുണ്ട് കേട്ടോ. കൈ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല തണവുണ്ട്. അയ്യോ മിരുന്ന് നടത്താമോ? മിരുന്ന് നടത്തി കൊടുക്കുന്നോ? ഇവിടെ ഒരാളതേ നനയുന്നുണ്ട് കേട്ടോ. കാല് നനച്ച് വെക്കുന്നുണ്ട്. ആളിനോട് കാണിച്ചു. നമ്മളപ്പോൾ ഇപ്പോൾ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാം കാണാൻ പോകണം. അതിനു മുമ്പ് അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങും. നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഡാമിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് കാണാം. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാം. നീയിപ്പോൾ എന്താ നോക്കണം? അത് സെയിം തന്നെയല്ലേ ഉള്ളത്? സെയിമല്ല. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലേ. ആനക്കുട്ടി ഇരിക്കണോക്കി. വെറുതെ കാണിക്കണ്ട കേട്ടോ, വാങ്ങേണ്ടി വരും. നമ്മളപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ എന്താ പറയുക പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ പേരക്കയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. നമ്മളങ്ങനെ പോകുമ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടുള്ള സംഭവം നമ്മൾ വാങ്ങുന്നു. മാങ്ങയും പേരക്കയും സംഭവമൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പൈനാപ്പിൾ വാങ്ങാറുണ്ട്. പൈനാപ്പിൾ വാങ്ങിച്ചേക്കണം. മാങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇനി പൈനാപ്പിളുള്ള അപ്പോൾ പൈനാപ്പിൾ കഴിക്കാം. എരിവുള്ള ഭാഗം തന്നെ കഴിക്കാം. സൂപ്പറാണ്. നല്ല തിരക്കുള്ള കാരണം നമ്മൾ ഡാമിൽ കുറേ നേരം നിന്നില്ല കേട്ടോ. കാരണം നമുക്ക് ബ്ലോക്ക് കിട്ടുന്നത് മനസ്സിലായി. ഡാമിൽ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ആയിരുന്നു. വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം നമ്മൾ ഇറങ്ങി. അപ്പോൾ തിരിച്ചു വരണ വഴിക്ക് നമുക്ക് കോടയും കാണാൻ പറ്റി. നല്ല രസത്തിൽ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ കോട നിൽക്കണ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു വരണ വഴിക്ക് നമ്മൾ അടുത്ത ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ടാറ്റ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.